ഒരു അന്താരാഷ്ട്ര യോഗ ദിനം കൂടി പരിസമാപിച്ചിരിക്കുകയാണ്. യോഗയുടെ ഗരിമ വിളിച്ചോതിക്കൊണ്ട് 180ഓളം രാജ്യങ്ങളിൽ അനവധി പരിപാടികളും നടന്നു കഴിഞ്ഞു. പക്ഷേ മിക്കവാറും പരിപാടികൾ ഈ ഒരു ദിവസത്തോട് അവസാനിക്കുന്നു എന്നതാണ് സങ്കടകരമായ വസ്തുത. യോഗ അങ്ങനെ അവസാനിക്കേണ്ടതല്ല, അത് ജീവിതത്തിൻ്റെ ഭാഗമായി തീരേണ്ടതാണ്, നിത്യവും അഭ്യസിക്കേണ്ടതാണ്. ഒരു ദിവസവും അത് മാറ്റിവെക്കാൻ പാടില്ല. ഇന്ന് നമുക്ക് ശാന്തമായി സ്വസ്ഥമായി യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാം. ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഫലമായിട്ട് രൂപപ്പെടുത്തിയെടുത്തതാണ് ഇന്ന് കാണുന്ന യോഗാ സമ്പ്രദായം. അതുകൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തെ നിലനിർത്താൻ ഏറ്റവും പര്യാപ്തമായ ഒരു വ്യായാമ സമ്പ്രദായമാണത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ എന്ന് പറയും. ശരിയായ ആഹാരവും ശരിയായ വ്യായാമവും ശരിയായ മാനസികമായ വ്യാപാരങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരം ആളുകൾക്ക് ശരീരം കൊണ്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ പരമമായ അർത്ഥം. മനുഷ്യൻ മാത്രമല്ല, സർവ്വജീവജാലങ്ങളും അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്താൻ വേണ്ടി ആയാസകരമായ കാര്യങ്ങൾ ഏർപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാട്ടാനകൾ കാട്ടിലൂടെ 25 തൊട്ട് 35 കിലോമീറ്റർ വെച്ച് ദിവസവും നടക്കുമെന്നാണ് പറയണത്. അതുപോലെ കരടിയായാലും കടുവയായാലും സിംഹമായാലും പുലിയായാലും അവരെല്ലാം അവയുടെ ഇരയെ പിടിക്കണമെങ്കിൽ ദിവസവും അഭ്യാസങ്ങളിൽ ഏർപ്പെടണം. അതിന് വേണ്ട വ്യായാമം ഒരു ദിവസവും ചെയ്തിരിക്കും. അതുപോലെ പക്ഷികളാണെങ്കിൽ വെറുതെ പറക്കും ആകാശം കൂടി കുറച്ചു നേരം. മത്സ്യങ്ങൾ വെള്ളത്തിലൂടെ വെറുതെ നീന്തും. നമ്മുടെ വീട്ടിലെ പൂച്ചയും പട്ടിയൊക്കെ യോഗാസനം ചെയ്യുന്നത് നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടാവും. മാർജാരാസനം, കുക്കുടാസനം, മയൂരാസനം, ശ്വാനശ്വസനം, ഭുജംഗാസനം, ഇത്തരം പല യോഗാസനങ്ങളും മൃഗങ്ങൾ അവരുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ ചെയ്തിട്ടുള്ള ക്രിയകളിൽ നിന്ന് നമ്മൾ സ്വാംശീകരിച്ചെടുത്തിട്ടുള്ളതാണ്. 10-50 വർഷം മുമ്പ് വരെ ഇതുപോലെ വ്യായാമത്തിന് വേണ്ടിയുള്ള വ്യായാമം മിക്കവാറും പേർക്ക് ആവശ്യമായിരുന്നില്ല. കാരണം നമ്മൾ ഓടുമായിരുന്നു, ചാടുമായിരുന്നു, മല കയറുമായിരുന്നു, മരം കയറുമായിരുന്നു, നീന്തുമായിരുന്നു, ആയാസകരമായ ധാരാളം ജോലികളിൽ ഏർപ്പെടുമായിരുന്നു. അന്ന് സ്വാഭാവികമായിട്ടും നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും ആവശ്യത്തിനുള്ള വ്യായാമം ദിവസവും കിട്ടിയിരുന്നു. ആയാസകരമായ കാര്യങ്ങൾ ആവശ്യമില്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടു. ആഹാരത്തിന് ഒട്ടും കുറവില്ലതാനും വ്യായാമം ഒട്ടും ഇല്ലാതെയായി. ഇതാണ് ഇന്ന് കാണുന്ന 90% ആരോഗ്യ പ്രശ്നങ്ങളുടെയും മുഖ്യ ഹേതു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആശുപത്രിയിൽ പോവുകയോ മരുന്ന് കഴിച്ചോ നമുക്ക് പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കില്ല. ഈ രോഗങ്ങളുടെ കാരണത്തെ ഇല്ലാതെയാക്കണം. പ്രമേഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാന കാരണം നമ്മളുടെ ആഹാരത്തിലൂടെ അകത്ത് ചെല്ലുന്ന അധികമായിട്ടുള്ള കലോറിയാണ്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ്, അല്ലെങ്കിൽ പഞ്ചസാരയാണ്, അല്ലെങ്കിൽ അന്നജമാണ്. നമുക്ക് ആവശ്യമുള്ളത് ഒരു 3000 കലോറി ആണെങ്കിൽ നമ്മൾ 4000 കലോറിയുടെയോ 4500 കലോറിയുടെയോ ആഹാരം കഴിക്കുന്നു. ഇങ്ങനെ അധികമായിട്ട് അകത്ത് ചെല്ലുന്നത് ഫാറ്റാക്കി മാറ്റി, കൊഴുപ്പാക്കി മാറ്റി നമ്മളുടെ ലിവറിലും ഹാർട്ടിന് ചില ഭാഗങ്ങളിലും രക്തക്കൊല്ലൽക്കുള്ളിലും യൂട്രസിനുള്ളിലും അവിടെ ഇവിടെയൊക്കെ സംഭരിച്ചു വയ്ക്കും. ഇതാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഒരു കാരണം. അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ കാരണവും ഇത് തന്നെയാണ്. മിക്കവാറും പേർക്ക് ഓവർ വെയിറ്റ് ഉണ്ടാവും, അമിത ശരീരഭാരം ഉണ്ടാകും. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കും. പാൻക്രിയാസിലെ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെ ക്രമവിരുദ്ധമാക്കി മാറ്റും. ബ്ലഡ് സർക്കുലേഷൻ ശരീരത്തിൽ കുറയും. ഇപ്പോൾ നമ്മൾ കാരണം കണ്ടെത്തി കഴിഞ്ഞു. ഇനി കാരണത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് വെച്ച് ആലോചിക്കാം. ഒന്ന്, യുക്താഹാരം, ശരിയായ ആഹാരം, ശരീരത്തിന് യോജിച്ച ആഹാരം ശരിയായ അളവിൽ ശരിയായ സമയത്ത് ആഹരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, കഴിച്ച ആഹാരത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും അധികമായിട്ട് ശരീരത്തിനകത്ത് ചെല്ലുന്ന എനർജി ഉണ്ടെങ്കിൽ അതിനെ ദിവസവും ബേൺ ചെയ്ത് കളയാൻ ആവശ്യമായ തോതിൽ, അതിനെ കത്തിച്ച് കളയാൻ ആവശ്യമായ തോതിൽ ഉള്ള വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ രക്തക്കൊഴലുകൾക്ക് ആരോഗ്യനാശം ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കൊഴുപ്പും കൊളസ്ട്രോളും ഒക്കെ വന്ന് അടിഞ്ഞു കൂടിയിട്ട് അതിൻ്റെ വ്യാസം കുറഞ്ഞു പോകും. അതുപോലെ എൻഡോത്തീലിയൻ ഡിസ്ഫങ്ഷൻ, ഉള്ളിലെ ലെയറിന് നാശം വരും. അതിൻ്റെ ഉള്ളിലെ സ്മൂത്തായിട്ടുള്ള തലത്തിന് പകരം പരിപരുത്ത തലത്തിലേക്ക് പോകും.
ബ്ലഡ് സർക്കുലേഷൻ വിഷമമായി തീരും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഷുഗറും പ്രഷറും എല്ലാം പിടിക്കും. അതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ സെല്ലുകൾക്ക് ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരും. ബ്ലഡിലൂടെയാണ് സെല്ലുകൾക്ക് കോശത്തിന് ആവശ്യമുള്ള ഊർജം, ന്യൂട്രിയൻസ് എത്തണത്. അതുപോലെ ബ്ലഡിലൂടെയാണ് സെല്ലുകൾക്ക് ആവശ്യമായ ഓക്സിജൻ, പ്രാണവായു എത്തണത്. അതുപോലെ സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡിഫൻസ് ഫോഴ്സ് എത്തണത്, ഇമ്മ്യൂണിറ്റി എത്തണത്, അവിടുന്ന് ടോക്സിൻ മൂവ് ചെയ്യണത്. ഈ 4 പ്രക്രിയയും കൃത്യമായിട്ട് നടക്കാതെ വരും. അങ്ങനെ സെല്ലുകൾ വീക്കാവും, സെല്ലുകൾക്ക് ആരോഗ്യക്ഷയം ഉണ്ടാവും. സെല്ലുകൾ വീക്കാവുന്ന പറഞ്ഞാൽ നമ്മുടെ ശരീരം വീക്കായെന്നർത്ഥം. സെല്ലുകൾക്ക് ആരോഗ്യക്ഷയം വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യക്ഷയം എന്നറിയാം. അതുപോലെ സെല്ലുകൾക്ക് അകാല വാർദ്ധക്യം ഉണ്ടാവും. കൃത്യമായിട്ട് ന്യൂട്രിയൻസും കൃത്യമായ പ്രാണവായും കിട്ടിയില്ലെങ്കിൽ 100 ദിവസം ജീവിച്ചിരിക്കേണ്ട സെല്ല് 70-80 ദിവസം കഴിയുമ്പോൾ മൃത്യുവിന് വിധേയമായി തീരും. അങ്ങനെ സെല്ലുകളുടെ ഡിവിഷന്റെ എണ്ണം കൂടും. അതിന്റെ ഫലമായിട്ട് നമ്മളുടെ ഏജിങ് നമുക്ക് അകാല വാർദ്ധക്യത്തിലേക്ക് പോകും. അങ്ങനെ 100 വയസ്സോടെ ജീവിക്കേണ്ട മനുഷ്യൻ ഒരു 70 വയസ്സോ 80 വയസ്സോ ചെല്ലുമ്പോൾ 100 വയസ്സുകാരൻ്റെ അവസ്ഥയിലേക്ക് എത്തും. 40 വയസ്സ് എത്തുമ്പോൾ 60 വയസ്സുകാരൻ്റെ അവസ്ഥയിലെത്തും. അപ്പോൾ 60 വയസ്സുകാരനുള്ള എല്ലാ ആരോഗ്യ പ്രശ്നവും 40 വയസ്സുകാരനുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ അകാല വാർദ്ധക്യത്തിലേക്ക് അറിയാതെ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ദിവസം 1 മണിക്കൂർ യോഗാസനത്തിന് മാറ്റിവെക്കുക എന്നുള്ളത്. 24 മണിക്കൂറുള്ളതിൽ 1 മണിക്കൂർ വ്യായാമത്തിന് മാറ്റിവെച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല. അത് ഈ 1 മണിക്കൂറായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് അധ്വാനിക്കാൻ പറ്റുള്ളൂ. ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രവൃത്തിയായാലും ശരീരത്തിന് ശക്തി ഉപയോഗിച്ചുള്ള പ്രവൃത്തിയായാലും അതിന് ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമാണ് ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ, ആരോഗ്യമുള്ള ബുദ്ധി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ 1 മണിക്കൂർ നിങ്ങളുടെ സമ്പാദ്യമായിട്ട് കണക്ക് കൂട്ടണം. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളുടെ പ്രധാനമന്ത്രി. ദിവസവും 1 മണിക്കൂർ അദ്ദേഹം യോഗാസനം ചെയ്യുന്ന ആളാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. 75ഓളം വയസ്സെത്തിയിട്ടും ഇന്നും ഒരു യുവാവിനെ പോലെ ചുറുചുറുക്കോടെ ലോകത്ത് മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അനവധി പ്രവർത്തികൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഒരു നല്ല യോഗ അധ്യാപകനാണ്. ഇത് നമ്മൾ മാതൃകയായി സ്വീകരിക്കണം. നമ്മുടെ നാട്ടിൽ മറ്റ് പലതരത്തിലുള്ള വ്യായാമങ്ങളുണ്ട്. എല്ലാം നല്ല, ഒന്നും മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ യോഗയ്ക്ക് ചില അഡ്വാൻറ്റേജ് ഉണ്ട്, ചില ഗുണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, യോഗ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആരോഗ്യം പ്രദാനം ചെയ്യുന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പല ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും ശരീരത്തിന്റെ മാത്രം പ്രശ്നമല്ല, മനസ്സിന്റെ കൂടി പ്രശ്നമാണ് മനസ്സിലാക്കണം. മെന്റൽ ഡിസീസ് കൂടിയിട്ടാണ്. ചപ്പാത്തി തിന്നിട്ടോ ചോറിനിട്ടോ മാത്രമല്ല നമുക്ക് ഷുഗർ ഉണ്ടാവുന്നത്. നമുക്ക് ഷുഗർ ഉണ്ടാവാനുള്ള ഒരു കാരണം നമ്മളുടെ വർദ്ധിച്ചതുപോലെ സ്ട്രെസ്സാണ്, മനസ്സിന്റെ ആകുലതയും വ്യാകുലതയും ഒക്കെയാണ്. ഇത് തന്നെയാണ് പ്രഷറിന്റെയും കാരണം. അതുകൊണ്ട് ശരീരത്തെ മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ, നമുക്ക് ആരോഗ്യത്തിൽ ജീവിക്കണമെങ്കിലും മനസ്സിനെ കൂടി ട്രീറ്റ് ചെയ്യണം. ഈ പ്രയോജനം കൂടി യോഗാസനത്തിൽ നിന്നും പ്രാണായാമത്തിൽ നിന്നും മെഡിറ്റേഷനിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. യോഗാസനം ചെയ്യാൻ നമുക്ക് ഒരു പൈസയുടെ ഉപകരണത്തിന്റെ ആവശ്യമില്ല. ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ. മറ്റ് പല വ്യായാമങ്ങളും നമുക്ക് എനർജി ലോസിന് കാരണം പറ്റിയിരും. അത് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ തിരക്കുണ്ടാവുന്നുണ്ട്, മരണം വരെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കലും യോഗാസനം ഒരു ഊർജ നഷ്ടത്തിന് കാരണമായി തീരുന്നില്ല. അതുപോലെ യോഗാസനവും പ്രാണായാമവും ചെയ്താൽ ക്ഷീണമല്ല, നമുക്ക് ഉന്മേഷവും ഉത്സാഹവുമാണ്. യോഗാസനം ചെയ്താൽ നമ്മളുടെ ശരീരത്തിന് A to Z വ്യായാമം കിട്ടും. നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്, നമ്മളുടെ ജോയിന്റുകൾക്ക്, നമ്മളുടെ മസിലുകൾക്ക്, അതുപോലെ നമ്മളുടെ അസ്ഥികൾക്ക്, അങ്ങനെ മുഴുവൻ ശരീരത്തിന്റെ ഭാഗത്തിനും കൃത്യമായ വ്യായാമം കിട്ടുന്ന തരത്തിലാണ് യോഗ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. നടക്കുമ്പോൾ നമ്മളുടെ അരയ്ക്ക് കീഴ്പോട്ട് മാത്രമേ വ്യായാമം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നടക്കൽ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നടക്കൽ ഒരു പൂർണ്ണ വ്യായാമമല്ല. നടക്കൽ കൊണ്ട് എല്ലാമായി നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഇരുന്നും നിന്നും കിടന്നും ചെയ്യുന്ന വ്യായാമമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ വിഷമമാണെന്ന്. വിഷമമൊന്നുമില്ല, ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. 99 വയസ്സായ ആൾക്ക് വരെ ചെയ്യാവുന്ന തരത്തിലുള്ള യോഗാസനങ്ങളുണ്ട്. അറിയാവുന്ന ഒരു യോഗാധ്യാപകനിൽ നിന്ന് അഭ്യസിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോരുത്തരുടെയും ശരീരവും ഓരോരുത്തരുടെയും ശരീരത്തിന്റെയും മനസ്സിന്റെയും പ്രശ്നങ്ങൾ അറിഞ്ഞ് യോഗ അഭ്യസിക്കുകയാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും എല്ലാ യോഗയും ഗുണകരമായിക്കൊള്ളുന്നില്ല.
ചില യോഗകൾ ചില ആളുകൾ ചെയ്താൽ അവർക്കുള്ള പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരും. അതുകൊണ്ട് നമ്മളെ അറിയാവുന്ന നമ്മൾ അറിയുന്ന ഒരാളിൽ നിന്ന് അഭ്യസിക്കുന്നതാണ് ഏറ്റവും യുക്തമായിട്ടുള്ളത്. മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അനവധി വർഷങ്ങളായിട്ട് എല്ലാ മാസവും ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സ് നടത്തി വരുന്നുണ്ട്. ഷുഗർ മാത്രമല്ല, അതുപോലുള്ള മറ്റ് രോഗങ്ങളും കുറയ്ക്കാനും മാറ്റിയെടുക്കാനും ആവശ്യമായ തോതിലുള്ള യോഗാസനങ്ങളും അതുപോലെ ആഹാരക്രമങ്ങളും പ്രാണായാമവും മെഡിറ്റേഷനും ഒക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത് വളരെ ഫലപ്രദമായിട്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാനും അവർക്ക് ആരോഗ്യകരമായ ഒരു ചുറ്റുപാടുകൾ ജീവിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്.